ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ജോർജൻസൺസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജോർജൻസൺസ് മോഡൽ. നമുക്ക് ഈ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ജോർജൻസൺസ് മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ എക്കണോമിസ്റ്റ് ഡെയിൽ ഡബ്ല്യു ജോർജൻസൺ. ഇദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. ഈസ് എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ബൈ ഫേംസ്. അതായത് ഫേംസ് എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഇത്. ഓക്കെ, ഇറ്റ് എംഫസൈസസ് ദ റോൾ ഓഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ്, അതിൻ്റെ റോള്. നമ്മൾ ഒരു മെഷീനറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് അതിനൊരു കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ റോള്. ആൻഡ് അതർ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ആൻ എക്കണോമി. അതായത് ഒരു എക്കണോമിയിലെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്ന മറ്റ് ഫാക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, ദ മോഡൽ ഈസ് വൈഡ്ലി അപ്ലൈഡ് ഇൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഫൈനാൻസ്. അതായത് മാക്രോ എക്കണോമിക്സിലും കോർപ്പറേറ്റ് ഫൈനാൻസിലും ഇത് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്? ടു എക്സ്പ്ലെയിൻ ഹൗ ബിസിനസ്സസ് അലോക്കേറ്റ് റിസോഴ്സസ്. അതായത് ബിസിനസ് എങ്ങനെയാണ് അതിൻ്റെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ട്? ടു പർച്ചേസ് ന്യൂ ക്യാപിറ്റൽ ഗുഡ്സ്. പുതിയ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസോഴ്സ്, ഒരു ഫേമിൻ്റെ ബിസിനസ്സുകളുടെ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ജോർജൻസൺസ് മോഡൽ. അതിൽ ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് ദ മോഡൽ പോസിറ്റ്സ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഒരുപാട് കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പം വിച്ച് ഇൻക്ലൂഡ്സ്, അതായത് ഈ കോസ്റ്റ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പലിശ നിരക്ക് കോസ്റ്റ് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. ടാക്സ് പോളിസീസ് ആൻഡ് ഡിപ്രീസിയേഷൻ റേറ്റ്സ്, ഇതൊക്കെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്ന, അതിൻ്റെ കോസ്റ്റ് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫേംസ് ഇൻവെസ്റ്റ് അൺടിൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് MPK ഈക്വൽസ് ദ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് MPK യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് തുല്യമാകുന്നത് വരെ എന്ത് ചെയ്യും? ഫേം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അതിന് മേലോട്ട്, ആ കോസ്റ്റിന് മേലോട്ടായി കഴിഞ്ഞാൽ ഫേംസ് വിൽ സ്റ്റോപ്പ് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്തത് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. എന്ന് പറയുന്നത് അടുത്ത കീ ഫീച്ചറായിട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് ദിസ് കോൺസെപ്റ്റ് റിഫ്ലെക്ട്സ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയിങ് എ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു യൂണിറ്റ് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നതിനുള്ള കോസ്റ്റാണ് ഇത് കാണിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? കൺസിഡറിങ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പലിശ നിരക്ക്. അപ്പം പലിശ നിരക്ക് കൂടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബാങ്കിൽ കൊണ്ടിട്ട്, അതായത് മണി മാർക്കറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് പലിശ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഇവിടെ പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് ഫണ്ട്സ്. ഓക്കെ, നേരെ തിരിച്ച് സംഭവിക്കാം കേട്ടോ. അടുത്ത ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ വെച്ചാൽ ലോസ് ഓഫ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഓവർ ടൈം. അത് നമുക്കറിയാലോ, അത് ഒരു ക്യാപിറ്റലിൻ്റെ വാല്യൂ കാലം കഴിയുന്തോറും അത് നഷ്ടപ്പെടുന്നതിനെയാണ്, ആ വാല്യൂ കുറയുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതൊരു ഫാക്ടറാണ്. അടുത്തത് ടാക്സ് ഒരു ഫാക്ടറാണ്. അത് കോർപ്പറേറ്റ് ടാക്സസ് ആൻഡ് ടാക്സ് പോളിസീസ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ്. അത് നമുക്കറിയാലോ, ഒരുപാട് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കിട്ടുന്ന ലാഭമെല്ലാം ടാക്സ് ആയിട്ട് കിട്ടുന്ന ലാഭം എല്ലാം അല്ല, കിട്ടുന്ന ലാഭം അതിൻ്റെ ഒരു വലിയൊരു ഷെയറും ടാക്സ് കൂടുതലായതുകൊണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കുറയും. അപ്പോൾ ഇതെല്ലാം ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇതൊരു ഫോർമുല വരുന്നുണ്ട്. ഞാനിപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ്. അത് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് C എന്ന് കൊടുത്തേക്കുന്നത്. അതായത് C is equal to R plus delta into 1 minus T. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അതിൽ C നമുക്കറിയാം യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൽ R എന്ന് പറയുന്നത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, പിന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്. T എന്ന് പറയുന്നത് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ്. ഇതെല്ലാം കൂടെ ഒരു ഇക്വേഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. അടുത്തത് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്കാണ്. അതായത് ഫേംസ് അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്റ്റോക്ക് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അത് നമുക്കറിയാം, ഫേംസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. അത് ഒരുപാട് ക്യാപിറ്റൽ ഇൻസ്റ്റാൾ ചെയ്ത് കോസ്റ്റ് കൂട്ടി വയ്ക്കാതെ ഒരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്റ്റോക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ടാർഗറ്റിംഗ് ആൻഡ് ഓപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ബേസ്ഡ് ഓൺ, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഓപ്റ്റിമൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ, അത് പ്രതീക്ഷിച്ച പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കണ്ടീഷൻ. അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ചിലവായ കോസ്റ്റ് കണ്ടീഷൻ ഇത് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഈ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ദ മോഡൽ ഇൻക്ലൂഡ്സ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഈ ഓരോ ക്യാപിറ്റൽ സ്റ്റോക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കോസ്റ്റ് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം നമുക്ക്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള കോസ്റ്റ്, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റാണ്. ഓർ ഡിസ്റപ്ഷൻസ് ഡ്യൂറിങ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടെക്നോളജി മാറ്റി, പഴയ ടെക്നോളജി മാറ്റി പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ഒരു
പ്രൊഡക്ഷനിൽ തടസ്സം ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുമെന്ന് വെച്ചാൽ അവിടെ ഒരു കോസ്റ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്, വിച്ച് ക്യാൻ സ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്പോൺസസ് ടു എക്കണോമിക് ചേഞ്ച്. അതായത് എക്കണോമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൽ ചില കാലതാമസങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന കോസ്റ്റ് മൂലം ഉണ്ടായേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇത് എവിടെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത്. അതായത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ജോർജൻസൺസ് മോഡൽ. ഒന്നാമത്തെ പോളിസി എഫക്ട്സ് ആണ്. പോളിസി എഫക്ട്സിൽ ഇത് ഉൾപ്പെടുത്താം. എങ്ങനെയാണ്? അത് ടാക്സ് ഇൻസെൻറ്റീവ്സ് ക്യാൻ ലോവർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ടാക്സ് ഇൻസെൻറ്റീവുകൾ കൊടുത്താൽ, അതായത് ടാക്സ് ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. എൻകറേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോഴത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് അവിടെ കൊടുക്കുന്നത്. അതായത് ടാക്സ് ഇൻസെൻറ്റീവിന് ഉദാഹരണമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് ക്രെഡിറ്റ്. അതൊരു ടേമാണ്. അത് ടാക്സ് ഇൻസെൻറ്റീവിന് ഒരു ഉദാഹരണമാണ് കേട്ടോ. അടുത്തത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കൂടുകയാണ്. അവർ ആ മെഷീനറി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റ് അവർക്ക് തിരിച്ചടയ്ക്കണം. ഓക്കെ, അപ്പം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ റെഡ്യൂസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഇംപ്ലിക്കേഷനാണ് ഇതിൻ്റെ. അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എക്കണോമിക് സൈക്കിൾസ് ആണ്. അത് ബൂം, റിസഷൻ, റിക്കവറി, അങ്ങനെയുള്ള എക്കണോമിക് സൈക്കിൾസ് ഇല്ലേ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്നതിനനുസരിച്ച് മാറുന്ന ഒന്നാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്? സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ്. അതൊരു മാക്രോ എക്കണോമിക് ഫാക്ടറാണ്. അപ്പം ഈ ഒരു ഫാക്ടർ ചേഞ്ച് ആവുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ആവും. പിന്നെ ഇൻഫ്ലേഷൻ ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഡ്യൂറിങ് എക്കണോമിക് ബൂംസ്, നേരത്തെ പറഞ്ഞ ബൂം സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് റൈസ് ആവുന്നു. ആസ് ഫേംസ് സീക്ക് ടു എക്സ്പാൻഡ് കപ്പാസിറ്റി. അവരെ കപ്പാസിറ്റി കൂട്ടുന്ന ഭാഗമായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇംപ്ലിക്കേഷൻ ഫേം ലെവൽ ഡിസിഷൻസ് ആണ്. അതായത് ഫേംസ് ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലാഭം ഉണ്ടാകുന്നു ഇത് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഓഫ് അക്വയറിങ് അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ അക്വയർ ചെയ്തുകൊണ്ട് അവർ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ബൈ കമ്പയറിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അവർക്ക് ചിലവായ തുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ചിലവായ തുകയും അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേണും തമ്മിലാണ് ഇവർ താരതമ്യ പഠനം നടത്തുന്നത്. ഓക്കെ, ഫ്രം ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇവർ ഈ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. ഇതൊരു ഇംപ്ലിക്കേഷനാണ്. അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തത് മാക്രോ എക്കണോമിക് പോളിസി അനലൈസിസ്. അതായത് മാക്രോ എക്കണോമിക് പോളിസി അനലൈസ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹെൽപ്സ് അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. അതായത് മോണിറ്ററി പോളിസിയുടെയും ഫിസ്ക്കൽ പോളിസിയുടെയും ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നതിന് ഏതിലുള്ള ഓൺ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ പോളിസികൾ എടുത്തപ്പോഴത്തേക്ക് എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടായോ എന്ന്, അതിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് അറിയുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കോർപ്പറേറ്റ് പ്ലാനിങ് ആണ്. അതായത് യൂസ്ഡ് ബൈ ഫേംസ് ആണ് ഇത് എടുക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ടു പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുന്നതിന്, ഏതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യുന്നതിന്? ബേസ്ഡ് ഓൺ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ടാക്സ് പോളിസീസ്. ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള പ്ലാൻ ചേഞ്ച് ചെയ്യുന്നതിന് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എക്കണോമിക് ഗ്രോത്ത് സ്റ്റഡീസ് ആണ്. അതായത് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ലോങ് ടേം എക്കണോമിക് ഗ്രോത്ത്. ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ലോങ് ടേം ആയിട്ട് എത്ര ഗ്രോത്ത് ഉണ്ടായി, ഇത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി ഇതിനൊരു ക്രിറ്റിസിസം ഉണ്ട്, ഒരു വിമർശനമുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അത് വൈൽ ജോർജൻസൺസ് മോഡൽ പ്രൊവൈഡ്സ് എ സോളിഡ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. സോളിഡ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇറ്റ് അസ്യൂംസ്, അസ്യൂം ചെയ്യുന്നതാണ് ഒരു വിമർശനത്തിന് കാരണമായത്. അതായത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഫേംസ് ഹാവ് പെർഫെക്റ്റ് ഫോർസൈറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു മാർക്കറ്റ്. അതായത് ഫേംസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർസൈറ്റ്, അത് മുൻകൂട്ടി കാണാനുള്ള മാർക്കറ്റിലെ ചേഞ്ചസ് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്കുള്ള ഒരു ആക്സസ്സും, ഡിമാൻഡ് സപ്ലൈ ചേഞ്ച് വരുത്തുന്നതിനുള്ള ആ ഒരു ആക്സസ് ഇവർക്കുണ്ടെന്ന് ഇത് അസ്യൂം ചെയ്യുകയാണ്. അതൊക്കെ ഇൻ റിയാലിറ്റി ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ്? അൺസർട്ടനിറ്റി ഉണ്ട്, പിന്നെ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ഒരുപാട് റിസ്ക്കുകളൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഓഫൺ പിന്നെ അത് മാത്രമല്ല ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഓഫൺ ലീഡ് ടു ഡീവിയേഷൻസ് ഫ്രം ദ മോഡൽസ് പ്രഡിക്ഷൻസ്. ഈ മോഡലിലെ പ്രഡിക്ഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വിമർശനങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.